കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ ഉപമകളെക്കുറിച്ചാണ്. അതിൽ വിതക്കാരൻ്റെ ഉപമയുടെ അർത്ഥമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 4 തരത്തിലുള്ള ഫീൽഡുകൾ, ആ ഫീൽഡുകളിലാണ് ആ വിത്ത് വിതയ്ക്കപ്പെടുന്നത്. അത് കർത്താവ് വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ആദ്യത്തേത് വഴിയരികിൽ വീണ വിത്താണ്. വഴിയരികിൽ വീണ വിത്തിനെ ശരിക്കും പറവകൾ കൊത്തിക്കൊണ്ടു പോകുന്നതാണ് കർത്താവ് പറഞ്ഞത്. അതായത് അവനെ അനേകം കാര്യങ്ങളിൽ പ്രിയോക്യുപ്പൈഡ് ആയി പോകുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്തുള്ളത്. വളരെ ബിസിയാണ്. ഈ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇടയ്ക്ക് ആണ് വചനം കേൾക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഏതെങ്കിലും കാക്കകൾ വന്നത് കൊത്തിപ്പറക്കിക്കൊണ്ട് പോകും. അത് അവർക്ക് ഒരു നിമിഷം പോലും അത് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ആ വിത്ത് തന്നെ അവരുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടും. രണ്ടാമത് കണ്ടത് പാറസ്ഥലത്ത് വീണവരാണ്. പാറസ്ഥലത്ത് വീണവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ കുറഞ്ഞൊരു മെമ്മറി മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഇമോഷൻ ലെവലത് സ്വീകരിച്ചു. പക്ഷേ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതങ്ങ് തണുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പാറ പോലായി. വീണ്ടും ഇത് പ്രവർത്തിക്കാതായി, ഫലം പുറപ്പെടുവിക്കാതെയായി. വളരെ കുറച്ച് നേരം മാത്രം ഇമോഷൻസിൽ മാത്രം കേൾക്കുകയും ആ ഇമോഷണൽ മെമ്മറി ഇല്ലാതായി പോവുകയും ചെയ്യുമ്പോൾ അതങ്ങ് മറന്നു പോകുന്ന അവസ്ഥ. മൂന്നാമത് കണ്ടത് പാറയുടെ മുള്ളിനിടയിൽ വീണതാണ്. ഈ മുള്ളിനിടയിൽ വീഴുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നുണ്ട്. കാരണം മുള്ളു വളർന്നല്ലോ, അവിടെ നല്ല വളമുള്ള മണ്ണുണ്ട്. അതുകൊണ്ടാണ് ഈ മുള്ളു വളർന്ന് അവിടെ നിൽക്കുന്നത്. അതേ ഫീൽഡിൽ തന്നെയാണ് ഈ വിത്തും വിതയ്ക്കപ്പെടുന്നത്. അതായത് ഒരാളുടെ ഹൃദയം നോക്കിക്കഴിഞ്ഞാൽ സമൃദ്ധമായ എന്താശയങ്ങളും അവിടെ വളരും. എന്ത് പ്രസംഗിച്ചാലും അത് കേൾക്കുകയും ചെയ്യും, വളരുകയും ചെയ്യും. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളും അതിൻ്റെ കൂടെ വളരുന്നുണ്ട്. അതായത് അവർ കർത്താവിൻ്റെ വചനം കേട്ടാലും അതൊരു ജീവനായി മാറുന്നില്ല എന്ന് മാത്രമല്ല, സ്നാനപ്പെടണം, എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ല, അവരുടെ കാലത്ത് അവരെ ദുഃഖിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല, അവരെന്താ പറയുക, അവർക്ക് വേദന ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യുന്ന വചനം എന്ന് പറയുന്നത് പ്രഷർ കാരണം, ഉപജീവനത്തിൻ്റെ പ്രഷർ, എങ്ങനെ ജീവിക്കും, മുമ്പോട്ട് പോയാൽ എങ്ങനെ ജീവിക്കും, പിന്നെ ലോകത്തിൻ്റെ മോഹം, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന അട്രാക്ഷൻ, ഇങ്ങനെ ഉള്ള ചുറ്റുപാടുകൾ കൊണ്ട് ഞെരുങ്ങി പോകുന്നവരാണ് ശരിക്കും മുള്ളിനിടയിൽ വീണത്. അല്ലേ, മുള്ളിനിടയിൽ വീണ വിത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ചുറ്റുപാടുകളാലാണ് ഞെരങ്ങി പോകുന്നത്, ഞെരിഞ്ഞു പോകുന്നത്. പാറസ്ഥലത്ത് വീണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ആ പാറയുടെ പ്രോബ്ലമാണ്, ആ മണ്ണിൻ്റെ പ്രോബ്ലമാണ്. എന്നാൽ ഇവിടെ മണ്ണിൻ്റെ പ്രോബ്ലമല്ല, ഇവിടെ ചുറ്റുമുള്ള കൂട്ടുകെട്ടിൻ്റെ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രോബ്ലമാണ് ഈ മുള്ളിനിടയിൽ വീണ വിത്തിൻ്റെ പ്രശ്നം. എന്നാൽ അവസാനം പറയുകയാണ്, ചിലത് നല്ല നിലത്ത് വീണു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അപ്പോൾ ഒരാൾ വചനം കേട്ടിട്ട് അത് ജീവനായി മാറിയാൽ, അത് പരിജ്ഞാനമായി മാറിക്കഴിഞ്ഞാൽ അത് തികച്ചും ഫലം പുറപ്പെടുവിച്ചിരിക്കും. കാരണം ആ വിത്ത് ഒരിക്കലും കെട്ടുപോകുന്ന വിത്തല്ല. ദൈവരാജ്യത്തിൻ്റെ വിത്തെന്ന് പറയുന്നത് കെട്ടുപോകുന്ന വിത്തല്ല. നമുക്കത് ജീവനിൽ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ. എനിക്ക് ഇമോഷണൽ മെമ്മറി വളരെ കുറഞ്ഞ ഒരാളാണ്. എനിക്ക് ഒരു വേദന ഉണ്ടായാൽ ആ വേദനയുടെ ഓർമ്മകളില്ല, സന്തോഷം ഉണ്ടായാൽ സന്തോഷത്തിൻ്റെ ഓർമ്മയും ഇല്ല. അതൊരു രസകരമായ അനുഭവമാണ്. നമുക്കെല്ലാ കാര്യങ്ങളും ഓർത്താൽ പോലും അതിൻ്റെ പുറകിലുള്ള സന്തോഷവും സങ്കടം ഓർമ്മയില്ല. ഇപ്പോൾ ഒരാൾ എന്നോട് വഴക്ക് പറഞ്ഞു, ബഹളം ഉണ്ടാക്കി, തല്ലി എന്ന് വിചാരിച്ചു, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ തല്ലിയപ്പോൾ എനിക്ക് ഉണ്ടായ മാനസിക വ്യത അത് ഞാൻ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ആ മനുഷ്യനോട് വൈരാഗ്യമായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയപ്പോൾ ഉണ്ടായൊരു സന്തോഷം അതും ഓർമ്മയില്ല, കുറേ കഴിയുമ്പോൾ അതങ്ങ് പോകും. ഇങ്ങനെ ഈ ഇമോഷണൽ മെമ്മറി വളരെ കുറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷെ അതേ സമയത്ത് ഈ നിത്യജീവൻ്റെ ആ ഒരു കാര്യം അത് ഇമോഷണലി അല്ല വർക്ക് ചെയ്യുന്നത്, അത് നമ്മുടെ ജീവനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ 1994 ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ അതേ എക്സ്റ്റസി, അതേ ഒരു ആനന്ദം അത് വർദ്ധിച്ചു വന്നതല്ലാതെ കുറഞ്ഞു വന്നിട്ടില്ല. കാരണം എങ്ങനെയോ ദൈവത്തിൻ്റെ കൃപയാൽ ആ വചനം എൻ്റെ അകത്ത് സോക്ക് ചെയ്യുവാൻ ദൈവം അനുവദിച്ചു
എന്ന് ഞാൻ അത്ഭുതത്തോടെയും സന്തോഷത്തോടെ ഓർക്കുന്നു. കാരണം അങ്ങനെ സോക്ക് ചെയ്യപ്പെടുമ്പോൾ എത്ര മെമ്മറി നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇല്ലെങ്കിലും ഈ ഒരു കാര്യം അതിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. കാരണം ഐ നോ ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇതിന് ചുറ്റും എന്ത് സംഭവിച്ചാലും അതിന് മാറ്റമില്ല. അത് ഹൃദയത്തിനകത്ത് വീണ് ഫലം കൊടുക്കുന്നത്. ഇത് എൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്തത് ഒരുപക്ഷെ ശരിയായിരിക്കില്ല, ഉചിതമായിരിക്കില്ല. അനേകം ആളുകളും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വചനം ഉള്ളിൽ ക്രിയ ചെയ്ത് ലോകത്തിലെല്ലാം വിട്ട് പോയാലും ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അത് നമ്മളെ ബാധിക്കുന്നില്ല. എത്ര വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി വിത്ത് വളർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ഫീൽഡ് നമ്മൾ ആ വിത്ത് സ്വീകരിക്കാൻ ഉപയോഗിക്കേണ്ടതാണ്. അതായത് ജാഗ്രതയോടെ എടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഗൗരവത്തോടെ അതിനർഹിക്കുന്ന ഗൗരവത്തോടെടുക്കുകയും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വെയിറ്റ് ചെയ്ത് അത് ധ്യാനിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും സ്വാംശീകരിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളിന്ന് വചനം കേട്ടിട്ട് എന്തുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല? പലരും ചോദിക്കുന്നുണ്ട്, വചനം കേട്ട് ഇത്രയും വചനം കേട്ടവർ എന്താ നന്നാകാത്തത്? ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ കുറിച്ച് പറയുമ്പം എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. വചനം കേട്ടിട്ട് ആൾക്കാർക്ക് നന്നാകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും പഴയ സ്വഭാവം മാറുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതെല്ലാം ചെയ്യുന്നത് ഈ ഉപരിപ്ലവമായ പുറമേയുള്ള മനുഷ്യനാണ്. അവൻ എന്ത് ചെയ്തിട്ടും അകത്തെ മനുഷ്യന് യാതൊരു കാര്യവുമില്ല, അകത്തെ മനുഷ്യനൊരു പ്രയോജനവുമില്ല. പ്രാർത്ഥിക്കുന്നു, മുഴുരാത്രി പ്രാർത്ഥന, പകൽ മുഴുവൻ പ്രാർത്ഥന, 24 മണിക്കൂർ പ്രാർത്ഥന. പ്രാർത്ഥന വീരനാണ് പോലും. ചിലരെക്കുറിച്ച് അങ്ങനെ പറയുന്നത്, പ്രാർത്ഥന പോരാളിയാണ്, പ്രെയർ വാരിയർ. എന്ത് വാരിയർ സഹോദരങ്ങളെ! ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവർ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി പോട്ടെ, അല്ലെങ്കിൽ കേരളത്തിന് മുകളിൽ, ഇങ്ങനെയൊന്നും കിടന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പുറത്തെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ ഇത് ആരോടാ പ്രാർത്ഥിക്കുന്നത് അതുപോലും കുറേ കഴിയുമ്പോൾ മറന്നുപോകും. ഞാൻ ആരാണ്? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കർത്താവിനോട് ഞാൻ എന്താ പറയുന്നുള്ളത് പോലും മറന്നു. ഈ വിഷയങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ആളുമായിട്ട് ഒരു ബന്ധവുമില്ല. കർത്താവ് തിരിച്ചിങ്ങോട്ട് എന്താ പറയുന്നതെന്ന് കേൾക്കുന്നേ ഇല്ല, യാതൊരു കണക്ഷനില്ലാതെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പ്രയോജനം? അവരുടെ സ്വഭാവത്തിൽ ഒരു അടി പോലും, ഒരു ഇഞ്ച് പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. വചനം കേൾക്കുന്നു, ഇയർഫോൺ വെച്ച് കേൾക്കുന്നു, ചാരിക്കിടന്ന് കേൾക്കുന്നു, ഉറങ്ങിക്കൊണ്ട് കേൾക്കുന്നു, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം ഹൃദയങ്ങൾ ഒരുക്കപ്പെടുന്നില്ല. ഉറങ്ങിക്കൊണ്ട് വചനം കേൾക്കുന്ന എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇതൊന്നും പ്രയോജനം ചെയ്യുന്നില്ല. അതായത് ഡീപ്പായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ സ്വാംശീകരിക്കപ്പെടുകയും വിത്ത് വിതയ്ക്കപ്പെടുകയും അത് കൊയ്യുന്ന രീതിയിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പം സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതെങ്ങനെ റിസീവ് ചെയ്യണം, എത്ര ഗൗരവത്തോടെ ഇത് എടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഉപമ, സ്വർഗ്ഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടു കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ സൂക്ഷിച്ചു വയ്ക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സഭയെ നോക്കിയിട്ട് പലരും പറയാറുണ്ട്, ഈ സഭയിൽ ഗോതമ്പ് കൊണ്ട് കളയുമുണ്ട്. പക്ഷെ ശരിക്കും കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞതാണോ? അത് അല്ല, ലോകത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ലോകത്തിലാണ് കളയും ഗോതമ്പും ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ എടുത്തു പറയുന്നുണ്ട്, വയൽ എന്ന് പറയുന്നത് ശരിക്കും ലോകമാണ് എന്ന്. ഓക്കെ, അത് എല്ലാവരോടും പറയുന്നില്ല, അത് ശിഷ്യന്മാരോട് മാത്രമാണ് പറയുന്നത്. 37-ാം വാക്യത്തിൽ നമുക്കത് കാണാം. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. വയൽ സഭയല്ല, വയൽ ലോകം. ഓക്കെ, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അപ്പോൾ ഇത് ലോകത്തിലുള്ള രാജ്യത്തിൻ്റെ പുത്രന്മാരെയും ദുഷ്ടൻ്റെ പുത്രന്മാരെയും കുറിച്ചാണ് പറയുന്നത്, സഭയ്ക്കകത്ത് ഉള്ള വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇന്ന് സഭയും ലോകവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. സഭയുടെ സ്ഥിതി ഇത് തന്നെയാണ്. വീണ്ടെടുക്കപ്പെടാത്ത കളകൾ ഇഷ്ടംപോലെ ഈ സഭയിൽ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ലോകം എങ്ങനെയാണോ നീതിമാന്മാരും ദുഷ്ടന്മാരും ഉള്ളത്, നമുക്ക് ലോകത്തിലേക്ക് നോക്കിക്കേ. കർത്താവിനെ വിശ്വസിക്കുന്ന നീതിമാന്മാരൊരു 3%, 5% ഉണ്ടെങ്കിൽ സഭയിൽ ഇപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരു ലോകം എങ്ങനെയാണോ അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് സഭ മാറിയിരിക്കുകയാണ്. അപ്പോൾ
ഈ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണ് ലോകത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് അതേ അവസ്ഥയിലാണ് ഇന്ന് സഭയിലും ഈ കളകൾ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കളകളെ പുറത്താക്കാൻ പറ്റുമോ? കളകളെ പുറത്താക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് അവരുടെ സഭയെക്കുറിച്ചൊക്കെ പറയായിരുന്നു. എനിക്കറിയാം അവരുടെ സഭയിലെ ഉപദേശി ഭയങ്കരമായ ധനമോഹിയും ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ പിടിച്ച് വാങ്ങുന്ന ഒരു കൾട്ട് ലീഡറുമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പണമെല്ലാം ഇങ്ങനെ പോകുന്നതല്ല, നിങ്ങൾ കർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും ഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര വിഷമമായി അവരുടെ ആ പാസ്റ്ററെക്കുറിച്ച് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, അയാളെ നീക്കിയാൽ ഇവരെല്ലാം അതിൻ്റെ കൂടെ പറഞ്ഞു പോകും. കുറേ ആൾക്കാർ ഈ കളകളെ വിശ്വസിക്കുന്നവരുണ്ട്, കളകളുടെ പിന്നാലെ നടക്കുന്നവരുണ്ട്. അവർ നീതിമാന്മാരായ ആൾക്കാരാണ്. ഈ കള പറിക്കുമ്പോൾ അവരോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ വിത്തുകൾ, നല്ല മനുഷ്യർ, കർത്താവിനെ അന്വേഷിച്ച് വന്നവർ, ഒത്തിരി അടുത്ത് കുടിയും കിടപ്പുണ്ട്. ഒന്നങ്ങ് വലിച്ചു പറിക്കുമ്പോഴേക്കും ഇതെല്ലാം അതിൻ്റെ കൂടെ അങ്ങ് പോകും, എല്ലാം അതിൻ്റെ കൂടെ പോകും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതെല്ലാം കൂടെ വളരട്ടെ. വളർന്നു കഴിയുമ്പോൾ കളയും ഇതും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. അത് വലിച്ചു പറിച്ച് എല്ലാം കൂടെ കത്തിച്ച് കളഞ്ഞിട്ട് ഗോതമ്പ് കളപ്പുരയിൽ സൂക്ഷിച്ച് വയ്ക്കും. പതിരെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. നമ്മളിത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ സൂക്ഷിച്ച് വയ്ക്കുകയും പതിരെ കെട്ടുകെട്ടായി അതെല്ലാം കെട്ടിവെച്ച് തീക്കകത്തിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ചുട്ട് കളയുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെയുമുണ്ട്. കളകൾ അവസാനം ചുട്ടുകളയപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയിൽ കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അനേകം കളകൾ ഈ സഭയ്ക്കകത്ത് വന്ന് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഈ ലോകത്ത് നശിച്ചു പോകേണ്ട, നിത്യജീവൻ ലഭിക്കാത്ത അനേകം ആളുകൾ. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് വന്ന് അവരാണ് കൂടുതൽ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ധനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർ, വിദ്യാഭ്യാസം. ഇന്ന് ആലോചിച്ച് നോക്കി, ഒരു സഭയിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന എത്ര പേരുണ്ട്? ഇന്ന് നിയന്ത്രിക്കപ്പെടുന്നത് സഭയിലെ ധനം, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുടുംബ മഹിമ, പ്രൗഢി, ഇതിനാലെല്ലാമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അവൻ്റെ ബുദ്ധി, അല്ലേ? പല ആൾക്കാരും പറയാറുണ്ട്, സംഘടന വേണം ബ്രദറെ. സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ ശരിക്കും ഭരിക്കപ്പെടുകയുള്ളൂ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതൊരു തുറന്ന ചോദ്യമാണ്. ഈ ഒരു സംഘടന കുമ്പനാട്ടോ പുനലൂരോ പെന്തക്കോസ്തുകാരുടെ കാര്യം പറയുന്നത്, ഏതെങ്കിലും സ്ഥലത്തോ ഇല്ലെങ്കിലും നിങ്ങളുടെ ലോക്കൽ സഭയെ അത് ബാധിക്കാനേ പോകുന്നില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധിക്കാനേ പോകുന്നില്ല. പിന്നെ എന്തിനാണ് അത് അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് മുമ്പിൽ കണക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഒരു സ്ട്രക്ചറുകളും നിങ്ങളുടെ മേൽ അധികാരമുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഈ കളകളെല്ലാം കൂടെയാണ് അവർക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്സിനകത്ത് ഏർപ്പെടുന്ന ആൾക്കാർ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശുശ്രൂഷ ഇല്ലാതായി പോവാണ്. കാരണം രാഷ്ട്രീയത്തിലൂടെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ട്രഷറർ, സൂപ്രണ്ട് ഇങ്ങനെ ആകാനുള്ള കൃപാവരം ബൈബിളിലില്ല. അങ്ങനെ കൃപാവരമില്ല. മാനേജർ എന്ന് പറഞ്ഞൊരു കൃപാവരമില്ല. ഈ സ്വത്തുക്കളുടെ മാനേജ്മെൻറ്റ് സഭയിൽ ഒരു ശുശ്രൂഷയുടെ കൃപാവരമല്ല, ഡീക്കന്മാർ ചെയ്യേണ്ടതാണ്. ഡീക്കൻസാണ് ചെയ്യുന്നത്. ഡീക്കൻസ്, അതായത് ആഹാരം കൊടുക്കുന്നതും സഭയുടെ സ്വത്തും, ഇതൊന്നും ശുശ്രൂഷകരുടെ, ഉപദേഷ്ടാക്കന്മാരുടെ പണിയല്ല. പൗലോസ് പറയുന്നത്, ഞങ്ങൾ വചനത്തിൻ്റെ പ്രസംഗത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കേണ്ടത്, അത് അനുദിന കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഡീക്കന്മാരെ ചുമതലപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് പാസ്റ്ററിൻ്റെ പണി വിട്ട്, സുവിശേഷകൻ്റെ പണി വിട്ട് പ്രസിഡൻ്റാകാൻ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയെന്നാണ്. ശരിക്കും പ്രൊമോഷനല്ല കിട്ടുന്നത്. നിങ്ങൾ ശരിക്കും വചനത്തിൻ്റെ ശുശ്രൂഷ വിട്ട്, ഇടയ ശുശ്രൂഷ വിട്ട് നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ശുശ്രൂഷയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു ഡീക്കനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സഭയുടെ ഒരു ശുശ്രൂഷകനായി മാറുകയാണ്. പക്ഷേ അത് അധികാര ശുശ്രൂഷയല്ല, അതൊരു ദാസ ശുശ്രൂഷയാണ്. അത് ചെയ്യുന്നത് ഡീക്കൻസാണ്. അവർ പാസ്റ്റർമാർക്ക് കീഴടങ്ങിയിരിക്കണം. യു ആർ ടേക്കിംഗ് എ ലെസ്സർ പോസ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ അവരെ അധികാരമുള്ളവരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു കാലത്ത് ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന, നല്ലപോലെ വചനം സംസാരിക്കുകയും കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഈ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവരുടെ ശുശ്രൂഷകളെല്ലാം തണുത്ത് മന്ദിച്ച് ഒന്നും പറയാനില്ലാത്തവരായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഡിഗ്രഡേഷനാണ്. പഴയ സഭയിൽ, അതായത് പുതിയ നിയമത്തിലെ ആദിമ സഭയിൽ ഡീക്കന്മാരായി നിയമിക്കപ്പെടുന്നവർ പോലും ആത്മാവിൽ നിറഞ്ഞവരും ദൈവത്തിൻ്റെ വചനം അറിയാവുന്നവരും പരിജ്ഞാനത്തിൽ സംസാരിക്കാൻ പറ്റുന്നവരുമായിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും കഴിവും. ചില ആൾക്കാർ പറയുന്ന കേൾക്കാം, ഞങ്ങളുടെ പ്രസിഡൻറ്റിന് ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയാണ്, അദ്ദേഹം വല്ല മുഖ്യമന്ത്രിയാൻ പോകുന്നത് നല്ലത്. ദൈവത്തിൻ്റെ സഭ നടക്കുന്ന മനുഷ്യൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയിലല്ല, ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് ഓരോ ലോക്കൽ സഭയിലും കൃപാവരങ്ങളാൽ നിറച്ചങ്ങനെ നടത്തുവാൻ കർത്താവിന് സാധിക്കും. ഇന്ന് മാനുഷികമായ കളകളുടെ ബഹളമാണ്. അതായത് എവിടെ നോക്കിയാലും കളകൾ. നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് ഇതിനകത്ത് വിത്തുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് ദൈവം പറയുന്നത്, തീർച്ചയായിട്ടും ഉണ്ട്.
അനേകമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇവരെല്ലാം ഈ കളകളോട് അറ്റാച്ച്ഡായി പോയിരിക്കുകയാണ്. ഈ കളകളെ പറിച്ചു കളഞ്ഞാൽ അവരും അതിൻ്റെ കൂടെ പോകും. സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ സഭയിൽ നമുക്ക് കിട്ടുന്ന ഒരവസരം, കർത്താവിനെ മഹത്വപ്പെടുത്താനൊരവസരം, അവനെ ശുശ്രൂഷിക്കാനൊരവസരം, ഇത് നഷ്ടപ്പെടുത്തുന്ന എത്ര ആളുകൾ, അതായത് ഇതിന് വില കൊടുക്കാത്ത എത്രയോ ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് എത്ര വേദനയോടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് അവസാന കാലത്ത് ഇതെല്ലാം വലിച്ചു പറിച്ച് ചുട്ടുകളയുന്ന ഒരു കാലം വരും. ലോകത്തിൻ്റെ പരിച്ഛേദമായി സഭ മാറിയ കാലഘട്ടമാണിത്. ലോകത്തിൻ്റെ പരിച്ഛേദമായി, ലോകം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സഭയും ചിന്തിക്കുന്നത്. വലിയ വലിയ ആത്മാക്കൾ, ധനമുള്ളവർ വന്ന് സഭയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ പള്ളി പണിയാം, അല്ലെങ്കിൽ മിനിസ്ട്രി നടത്താം. പലപ്പോഴും ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റമാണ്, ആദ്യം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് പിന്നെ വേല, അല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് പിന്നെ ചർച്ച്. ഒരാളൊരു ദേശത്ത് പോയിട്ട് പൈസ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ചർച്ച അങ്ങ് പണിയാണ്, അതിനകത്ത് വരാൻ ഒരാൾ പോലും ഇല്ല, പിന്നെയാണ് വർക്ക് നടക്കുന്നത്. ഇങ്ങനെ പണിയപ്പെടുന്ന കെട്ടിടങ്ങളെല്ലാം അങ്ങനെ കിടക്കുകയാണ്. ഒത്തിരി സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ പോലും രക്ഷിക്കപ്പെട്ട് വന്നിട്ടില്ല, ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ആരുമില്ല, പക്ഷേ കെട്ടിടങ്ങളെല്ലാം അവിടെയുണ്ട്. കെട്ടിടങ്ങളെല്ലാം പണിതിട്ടുണ്ട്, മനുഷ്യൻ്റെ പണികളെല്ലാം നടന്നു, ദൈവത്തിൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് പ്രാർത്ഥനാ ടവറുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഭയങ്കര പ്രാർത്ഥന ഉണർവായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാർത്ഥന ടവർ ഉണ്ടാക്കി വയ്ക്കും. പക്ഷെ ഒരു മനുഷ്യൻ ആ ടവറിലോട്ട് പോകാനില്ല. എന്ത് ചെയ്യാനാണ്? ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ടവർ എന്നൊക്കെ ഉള്ളത് എന്ത് ആശയമാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ഈ കിലോമീറ്ററുകൾ നടന്ന് പ്രാർത്ഥന ടവറിൽ പോയിരുന്ന് എന്ത് പ്രാർത്ഥിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഗോഡ് ഈസ് പ്രസൻറ്റ് എവരിവെയർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ, അനേക സ്ട്രക്ചറുകൾ ഉണ്ടാക്കി വിടുന്നുണ്ട്, പക്ഷേ അതിനകത്തെങ്ങും ആൾക്കാരില്ല. അങ്ങനെ കെട്ടിടങ്ങളുടെ ബഹളമാണ്. കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ. ഇന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന പൈസ, പല സ്ഥലത്തുനിന്ന് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പണം, ആ പാസ്റ്റർമാരുടെ സന്ധാരണത്തിന് വേണ്ടി അല്ല ചിലവാകുന്നത്, കെട്ടിടം പണിക്കാണ് ചിലവാകുന്നത്. ഒരു സഭയ്ക്ക് ഒരാൾക്ക്, ഒരു ശുശ്രൂഷകന് എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആഹാരം വെച്ച് കഴിച്ചാൽ ഭയങ്കര വിഷമമാണ്, നല്ലൊരു വസ്ത്രം ഇട്ടാൽ ഭയങ്കര ക്വസ്റ്റനിങ് ആണ്. പക്ഷെ അവന് കെട്ടിടം പണിതാൽ ഒരു ചോദ്യവുമില്ല, അതൊരു ഭയങ്കര അസറ്റായിട്ടാണ് വിചാരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ കെട്ടിടം വലിയ അസറ്റാണോ? അല്ല. അവർ സമാധാനമായി ജീവിച്ച് ശുശ്രൂഷ ചെയ്യട്ടെ, അതാണ് അസറ്റ്. അവരാണ് അസറ്റ്. മനുഷ്യരാണ് പ്രധാനം. ഈ പറയുന്ന കെട്ടിടങ്ങളല്ല, ഓർഗനൈസേഷൻ അല്ല, സ്ട്രക്ചറല്ല. ഹ്യൂമൻ ബീയിങ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. അതാണ് കർത്താവ് അതിൻ്റെ എല്ലാം വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ആൾക്കാരുടെ കൂടെ പോയിരുന്ന് ആഹാരം കഴിച്ചത്. ആ ഒരു കർത്താവിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഈ കളകളെല്ലാം കൂടെ കൂടി ചേർന്ന് സഭകളെ ക്രിസ്തുവിൻ്റെ സ്വഭാവമില്ലാത്ത ആ ഒരു ശാലയായി, ഒരു കള്ളന്മാരുടെ ശാലയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അടിമകളായിരിക്കരുത്. നിങ്ങൾ ആർക്കും അടിമകളല്ല. കർത്താവിന് കീഴ്പ്പെട്ടിരിപ്പിൻ. കർത്താവ് ഏൽപ്പിക്കുന്ന അതാത് സഭകളിലെ ശുശ്രൂഷകർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുവിൻ. അതല്ല, നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർത്തിരിക്കുക. ഈ കീഴ്പ്പെടുക എന്ന് പറയുന്നതെല്ലാം അവരുടെ ഇഷ്ടത്തിനെല്ലാം കീഴ്പ്പെടുക എന്നുള്ളതല്ല, വചനത്തിൽ, ആത്മാവിൽ, ദൈവത്തോടുള്ള ഭയത്തിൽ പരസ്പരം കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് കീഴ്പ്പെടലിനെ കുറിച്ചുള്ള ഉപദേശം. നിങ്ങൾ സഭയെ ധിക്കരിക്കുന്നവരാകരുത്, അതേസമയത്ത് തന്നെ സത്യത്തെ തിരിച്ചറിയുന്നവരുമായിരിക്കണം, വിവേചിക്കുന്നവരുമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കളകളെ തിരിച്ചറിയാനുള്ള വിവേചനം, അടുത്തടുത്തുള്ള കളകളെ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ദൂരെയുള്ള കളകളെ തിരിച്ചറിയാൻ ഉള്ള വിവേചനം നമുക്കുണ്ടായിരിക്കണം. ലോകപരമായി ജയിക്കുന്നവൻ കർത്താവിന് മുമ്പിൽ തോക്കുകയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സമ്പാദിച്ചു കൂട്ടുന്നവർ ജയിക്കുകയല്ല, അവർ തോക്കുകയാണ്. സഹോദരങ്ങളെ, കർത്താവ് എനിക്ക് അത് തന്നു ഇത് തന്നു എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുന്നവർ ജയിക്കുകയല്ല, അവർ തോക്കുകയാണ്. അവരുടെ രാജ്യത്തിലേക്ക് കർത്താവിനെ ഇറക്കിക്കൊണ്ടുവന്ന് പരാജയപ്പെട്ടു പോയവരാണ് അവർ. അപ്പോൾ ഇത് രണ്ടും ദൈവരാജ്യത്തെ സ്വീകരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വന്ന ആൾക്കാർ, അവരുടെ മനസ്സിനെ, പ്രകൃതത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇനി ദൈവരാജ്യം എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് ഉപമകൾ അവിടെ, ഒരുപോലെയുള്ള രണ്ട് ഉപമകളുണ്ട്. ഒന്നിച്ച് കർത്താവ് പറയുന്ന രണ്ട് ഉപമകളാണ്. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അത് വൃക്ഷമായി തീരുന്നു. അപ്പോൾ ഈ കടുക് ഏത് വൃക്ഷമാണ്? ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇതെന്ത് കടുകാണ്? ഇത് അവിടുത്തെ കടുക് വേറെയാണോ, ഇവിടുത്തെ കടുക് വേറെയാണോ? ഇതാ ആൾക്കാരുടെ അന്വേഷണം എന്താണെന്നറിയോ? കടുക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആൾക്കാർ സംശയം ചോദിക്കുന്നത് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ മനുഷ്യപുത്രന്മാരും ദൈവത്തിൻ്റെ പുത്രന്മാർ ആരാണ് നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? ഈ കടുക് ഏതാണെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇതിൻ്റെ സ്പീഷീസ്, ബയോളജിക്കൽ നെയിം അറിഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്കതിൽ ഓക്കെ, നല്ലതാണ്, ഇൻഫർമേഷൻ ഈസ് ഗുഡ്, ബട്ട് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ടു അസ്. ഇതിനകത്ത് മെസ്സേജ് എന്താണ്?
ദൈവരാജ്യം ഒരു കടുക് മണി പോലെയാണ്. കടുക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മണിയാണ് അല്ലേ, നമുക്കറിയാം. കടുക് മണിയോളം വിശ്വാസം എന്ന് കർത്താവ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടുക് മണിയോളം വിശ്വാസം, കടുക് മണിയോളം വലിപ്പം, ഇങ്ങനെ അത്രയും മതി എന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു കുഞ്ഞ് കടുക് മണിയുടെ അത്രയും മതി. അതിന് ഭയങ്കര പവർ, കാരണം അതിനകത്ത് ജീവനുണ്ട്. കടുക് മണിയുടെ പ്രത്യേകത എന്താണ്? അതിനകത്തൊരു ജീവനുണ്ട്. എല്ലാ വിത്തിനും ജീവനുണ്ട്. ആ വിത്തിൽ നിന്നാണ് അടുത്ത സസ്യം ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റായ ഒന്നായിട്ടാണ് ദൈവരാജ്യം ആരംഭിക്കുന്നത്. ഏത് ദേശത്തും ദൈവരാജ്യം ആരംഭിക്കുന്നത് വളരെ ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരാളായിരിക്കും അവിടെ ദൈവരാജ്യം കൊണ്ടു ചെല്ലുന്നത്. എ സ്മോൾ ബിഗിനിങ്. എല്ലായിടത്തും ദൈവരാജ്യം അങ്ങനെയാണ്, സ്മോൾ ബിഗിനിങ് ആണ്. പക്ഷെ അത് വളരെ വേഗം വളർന്ന് അത് ഒരു മരം പോലെയാകുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഗ്രോസ് ട്രെമൻഡസ്ലി ഫാസ്റ്റ് എന്ന്. അതായത് വെരി ഫാസ്റ്റ് ഇറ്റ് ഗ്രോസ്. ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ രാജ്യം നമ്മളിൽ വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, ഭയങ്കരമായ ആനന്ദം ഉണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെന്നെ അടിക്കുന്നു, അപ്പോൾ എനിക്ക് തിരിച്ചടിക്കുന്നത് എൻ്റെ രാജ്യമാണ്. എന്നാൽ ക്ഷമിക്കാൻ പറ്റുന്നത് ദൈവം രാജാവായിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം തിരിച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെക്കാൾ കൂടുതലാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് എനിക്ക് ക്ഷമിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആനന്ദം കൂടുതലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൂടുതലാണെങ്കിൽ അത് പിന്നെയും വർദ്ധിക്കും. നമുക്ക് പിന്നെയും ആനന്ദം, ആഗ്രഹം തോന്നും, കർത്താവ് നിൻ്റെ പുറകെ നടന്ന്. അപ്പോൾ ദൈവരാജ്യം ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മൾ വർദ്ധിച്ചു വരും. വർദ്ധിച്ചു വന്നേ പറ്റും. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കർത്താവ് രാജാവായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തിട്ട് ഒരാനന്ദം അനുഭവിച്ചിട്ടുണ്ടോ? ഈ ആനന്ദം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോടൊപ്പം മരിക്കുന്നതിൻ്റെ, കർത്താവിനോടൊപ്പം പുനരുത്ഥാനം ചെയ്യുന്നതിൻ്റെ, ദൈവം രാജാവായിരിക്കുന്നതിൻ്റെ ആനന്ദം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ആത്മാവ് അത് ആഗ്രഹിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ എലമെൻസിലേക്കും കടന്നു ചെല്ലും. പ്രിയ സഹോദരങ്ങളെ, ഒരു മിനിറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു നേരമായിരിക്കും ചിലപ്പോൾ നമുക്കങ്ങനെ പറ്റിയത്. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ രാജ്യം നമ്മളിൽ വളരും. നമ്മുടെ ചുറ്റുപാടുകളിൽ അത് വളരും, സഭയിൽ അത് വളരും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വളരെ ഫാസ്റ്റ് വളരുന്നതാണ്, ജീവനുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു ഉദാഹരണമാണ് 32-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചവരോട് അടുക്കി വെച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല, ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഇതൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അവർക്കത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്നൊരു പിടിയുമില്ല. അവിടെ പറയുന്നത് 2 ഉപമകളായിരുന്നു. ഒന്ന് കടുകുമണിയുടെ ഉപമയാണ്. കടുകുമണി ചെറുതാണ്, അത് വളർന്ന് വലുതായി ഒരു വലിയ സസ്യമായി മാറി, അനേകർക്ക് ആശ്രയമായി മാറി. എന്നാൽ അടുത്ത ഉപമ എന്ന് പറയുന്നത് പുളിച്ച മാവ്. ഒരു സ്ത്രീ, സ്വർഗരാജ്യം ഒരു സ്ത്രീ പുളിച്ച മാവെടുത്ത് 3 പറ മാവിൽ മിക്സ് ചെയ്ത് വെക്കുന്നതിനോട് തുല്യം. ഇവിടെയും വളരെ കുറച്ച് പുളിച്ച മാവ് മുഴുവനെ മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഇതും ദൈവരാജ്യം സ്പ്രെഡ് ആകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവരാജ്യം വളരുന്നു എന്ന ആദ്യത്തെ ഉപമയിൽ പറഞ്ഞിട്ട് അടുത്ത ഉപമയിൽ പറയുകയാണ് ദൈവരാജ്യം സ്പ്രെഡ് ആകുന്നു. അതിൻ്റെ പ്രകൃതം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ ഭംഗി, ആ അധികാരം, ആ സ്വഭാവം പകരുന്ന സ്വഭാവമാണ്. അതാണ് ഈ പുളിച്ച മാവ്. ആ പുളിച്ച മാവ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് മുഴുവൻ 3 പറ മാവിനെയും പുളിപ്പിക്കുന്ന രീതിയിൽ വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യം സ്പോണ്ടേനിയസ് ആയിട്ട് വളരുന്നതാണ്, ഫോഴ്സിൽ വളരുന്നതല്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല ദൈവരാജ്യം വളരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ സ്ത്രീ ഈ പുളിച്ച മാവ് കൊണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്ത് എത്ര നേരം മിക്സ് ചെയ്യണം? ഒന്നുമില്ല, ഇളക്കി വെച്ചിട്ട് സ്ത്രീ പോയി, ഇതെല്ലാം പുളിച്ചു വന്നു. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതൊരു ജീവജല നദി പോലെ ഒഴുകുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഈ ഒരു സ്വഭാവം, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം, ഈ 4 ഉപമകളാണ് കർത്താവ് എല്ലാവരോടും പറയുന്നത്. എല്ലാവരോടും പറഞ്ഞ ശേഷം ഇത് ഇങ്ങനെ ഉപമകൾ മാത്രം പറഞ്ഞിട്ട് പറയാണ്, പുരുഷാരമേ നിങ്ങൾ വീട്ടിൽ പൊക്കോ. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായു തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ് നിവൃത്തിയാകാൻ സംഗതി വന്നു. അപ്പോൾ കർത്താവ് അവരുടെ ഉപമയല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഗൂഢമായ കാര്യങ്ങൾ ഉപമകളിലൂടെ വെളിപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്തെന്നും ദൈവരാജ്യം എങ്ങനെ ആര് സ്വീകരിക്കുന്നുള്ള കാര്യവും ഉപമകളായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഞാൻ ഉപമകളല്ലാതെ ഒന്നും പ്രസ്താവിക്കുകയില്ല, ലോകസ്ഥാപനം മുതൽ ഗൂഢമായ കാര്യങ്ങൾ ഉപമകളിലൂടെ ഉച്ചരിക്കപ്പെടും. എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു. പ്രിയ സഹോദരങ്ങളെ, കൂടുതൽ ആഴമായി അറിയേണ്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് കൂടുതലൊന്നും അറിയാൻ താല്പര്യമില്ല. അവർ കേട്ടെടുത്തോളം മതി എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ കേട്ടെടുത്തോളം മതി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഓക്കെ മതി, പൊയ്ക്കോ, കർത്താവ് നിങ്ങളെല്ലാവരും പൊയ്ക്കോ. എന്നിട്ട് കർത്താവ് ചെയ്യുന്നത് എന്തെന്നറിയോ? ആഴമായ കുറച്ച് ഉപമകൾ
ഈ ശിഷ്യന്മാരുടെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് പുരുഷാരത്തിനില്ല. 2 തരത്തിലുള്ള ഉപമകളുണ്ട്. എല്ലാവരും കേൾക്കുന്നതും അതുപോലെ ഈ ശിഷ്യന്മാർ മാത്രം കേൾക്കുന്നതും. ശിഷ്യന്മാർ മാത്രം കേൾക്കുന്ന ഉപമ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നവർ കൂടുതൽ പരിജ്ഞാനമുള്ളവരും കർത്താവിൽ നിന്ന് കൂടുതൽ കേൾക്കുന്നവരുമായിരിക്കും. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ കൂടെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകും. ബാക്കിയുള്ളവർക്ക് പുറമേയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ മാർമിക വിഷയങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക്, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളുടെ ആഴങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് രാജാവും യജമാനനുമായി വിശദീകരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ ഇടയാകും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഉപമയിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളിൽ വളർന്നു വരുന്ന ദൈവരാജ്യം കർത്താവിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നവരായി നമ്മളെ മാറ്റും എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവരാജ്യം ഞങ്ങളിലും ഞങ്ങളുടെ ചുറ്റുപാടും വളർന്നു വരുന്നത് കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ രാജ്യം വരണമേ, എല്ലായിടത്തും അത് സ്പ്രെഡാകണമേ. കർത്താവെ, പുളിച്ച മാവ് സ്പ്രെഡാകുന്ന, പുളിപ്പ് സ്പ്രെഡാകുന്ന പോലെ സകലയിടത്തും ഈ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ രാജ്യം സ്പ്രെഡാകണം. കർത്താവ്, ഞങ്ങളിൽ ചെറുതായി ആരംഭിക്കുന്ന ഞങ്ങളുടെ പ്രവൃത്തി മനോഹരമായ ഒരു സസ്യമായി വളർന്നു വന്ന് അനേകം പക്ഷികൾക്ക് അഭയം കൊടുക്കുന്ന രീതിയിൽ അതിനെ വളർത്തണമേ. കർത്താവെ, ഞങ്ങൾ കളകളെ വിവേചിക്കുന്നവരും കർത്താവെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്നവരും കർത്താവെ അങ്ങയിലേക്ക് നോക്കുന്നവരുമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.